കിഡ്സും മുല്ലപ്പൂവും നമ്മുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ തൊടികളിൽ മിക്കയിടത്തും നമ്മൾ ഈ ഒരു മുല്ലപ്പൂക്കൾ കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ പൂന്തോട്ടത്തിലായാലും മുല്ലപ്പൂക്കൾ ഒരുപാടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇന്നിപ്പോൾ അത്രയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ദേ ഈ മുല്ലപ്പൂക്കൾ തന്നെയാണ്. എൻ്റെ തോട്ടത്തിൽ ഇവർ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മുല്ലച്ചെടി മേടിച്ചിട്ട് വന്നത്. ഇപ്പോൾ ദേ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കൊഴിയാറായ കുറച്ച് പറിച്ച് കയ്യിൽ പിടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ മുല്ലപ്പൂവൊക്കെ പൂക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുല്ലയുടെ കടക്കിലേക്ക് ഒരു ഓട്ടമാണ്. എന്നിട്ട് നമ്മൾ പരമാവധി മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ പറിച്ചൊക്കെ വെക്കും. എന്നിട്ട് രാത്രി റൂമിലൊക്കെ കൊണ്ട് മാലയൊക്കെ കെട്ടി ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ തലയിൽ ചൂടും, അല്ലെങ്കിൽ റൂമിൽ തന്നെ വെക്കും. അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും പിറ്റേ ദിവസം നമ്മൾ ആ ഒരു മുല്ലയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമ്മളെ കാണാതെ ഒളിച്ച് രക്ഷപ്പെട്ട ഒന്നോ രണ്ടോ മുല്ലമൊട്ടുകൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥതയാണ്. എന്നാലും ഇവർ ഇന്നലെ നമ്മുടെ കണ്ണിൽ പെട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വൈകുന്നേരം സമയത്ത് നമ്മുടെ ഈ ഒരു ഗാർഡനിൽ ഈ മുല്ല പൂത്ത് നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഇതൊക്കെയാട്ടോ. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഗാർഡനൊക്കെ നട്ട് വളർത്തിയപ്പോൾ ഈ മുല്ലമൊട്ടുകളൊന്നും പറിക്കാനും തോന്നുന്നില്ല.